ഹായ് ഫ്രണ്ട്സ്, UKG ആനുവൽ എക്സാമിൻ്റെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാം. 50ലാണ് ടോട്ടൽ മാർക്ക് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ലെഫ്റ്റ് സൈഡിൽ പട്ടം, കണ്ണ്, മാൻ, വണ്ട് എന്നിവ തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ അതിൻ്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പട്ടം തന്നിട്ടുണ്ട്, അതിൻ്റെ പിക്ചർ നോക്കി വരച്ച് ചേർക്കണം. സെക്കൻഡ് കണ്ണാണ് തന്നിരിക്കുന്നത്. തേർഡ് മാൻ ആണ് തന്നിരിക്കുന്നത്. ഫോർത്ത് വണ്ടാണ് തന്നിരിക്കുന്നത്. നാല് എണ്ണാണ് ചേരുംപടി ചേർക്കാനുള്ളത്. 1 മാർക്ക് വീതം 4 മാർക്ക്. സെക്കൻഡ് പിക്ചർ, ചിത്രം നോക്കി പേര് എഴുതുക. 4 എണ്ണത്തിന് 3 മാർക്ക് വീതം 12 മാർക്കാണ്. ഫസ്റ്റത്തെ പിക്ചർ എന്താണ്? തവള. സെക്കൻഡ് പിക്ചർ എന്താണ്? വല. തേർഡ് പിക്ചർ എന്താണ്? മരം. ഫോർത്ത് പിക്ചർ എന്താണ്? പറ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓരോ ചിത്രവും നോക്കി ഏത് കാലത്തേതാണെന്ന് പറയുക. 2 മാർക്കാണ് ആ ക്വസ്റ്റ്യന്. ഫസ്റ്റ് പിക്ചർ നോക്കിയാൽ നമുക്കറിയാം അത് മഞ്ഞുകാലമാണ്. പിക്ചറിൻ്റെ അടിയിൽ ഏത് കാലമാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് എഴുതണം. ഇതേതാണ്? മഞ്ഞുകാലം. നെക്സ്റ്റ് ഏത് കാലമാണ്? കൊടയൊക്കെ ചൂടി നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പം ഏത് കാലമാണ്? മഴക്കാലം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രം നോക്കി ബ്രാക്കറ്റിൽ നിന്നും അക്ഷരങ്ങൾ എടുത്ത് വാക്കുകൾ പൂർത്തിയാക്കുക. 4 എണ്ണം തന്നിട്ടുണ്ട്. ഓരോ മാർക്ക് വീതം 4 മാർക്കാണ്. ബ്രാക്കറ്റിൽ ഏതൊക്കെ അക്ഷരം തന്നിട്ടുണ്ട്? ഫ, യ, ന, ല. ഫസ്റ്റ് പിക്ചർ നോക്കൂ. ഫസ്റ്റ് പിക്ചർ ഏതാണ്? മയിൽ. അപ്പോൾ വിട്ടുപോയ അക്ഷരം ഏതാണ്? യ. യ നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതണം. സെക്കൻഡ് പിക്ചർ ഏതാണ്? ഒരു കൊട്ടയിൽ കുറേ ഫ്രൂട്ട്സ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏതായിരിക്കും? ഫലം. ബ്രാക്കറ്റിൽ നിന്നും നമ്മൾ ഏതക്ഷരമാണ് എടുത്ത് എഴുതേണ്ടത്? ഫ. നെക്സ്റ്റ് പിക്ചർ ഏതാണ്? വള. ബ്രാക്കറ്റിൽ നിന്ന് ഏതക്ഷരമാണ് എടുത്ത് എഴുതേണ്ടത്? ല. നെക്സ്റ്റ് പിക്ചർ ഏതാണ്? നഖം. അപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് ഏതക്ഷരമാണ് എടുത്ത് എഴുതേണ്ടത്? ഞ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ഓരോ വാക്ക് എഴുതുക. 4 എണ്ണത്തിന് 3 മാർക്ക് വീതം 12 മാർക്കാണ്. അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഭ, ശ, വ, ദ. ഭ വെച്ച് തുടങ്ങുന്ന വാക്ക് ഏതാണ്? ബലൂൺ. നെക്സ്റ്റ് ശ. ശ വെച്ച് തുടങ്ങുന്ന ഒരു വാക്ക് ഏതാണ്? മീശ. വ വെച്ച് തുടങ്ങുന്ന ഒരു വാക്ക് ഏതാണ്? വല. നെക്സ്റ്റ് ദ വെച്ച് തുടങ്ങുന്ന ഒരു വാക്ക് ഏതാണ്? ദീപം.
ആറാമത്തെ ക്വസ്റ്റ്യൻ വിട്ടുപോയ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുക. 10 മാർക്കാണ്. വ്യഞ്ജനാക്ഷരങ്ങൾ താത്തൊട്ടുള്ളത് ഓർഡറിൽ തന്നിട്ടുണ്ട്, അത് നമ്മൾ എഴുതണം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒരു പദ്യം ചൊല്ലുക. 6 മാർക്കാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു പദ്യം മലയാളം ചൊല്ലണം. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം.